ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് റിലേറ്റീവ് പ്രൊനൗൺ. ഈ റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ 2 ലെസൺസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ്. സ്കൂൾ ലെവലിലുള്ള എക്സാംസിനായാലും അഡ്വാൻസ് ലെവൽ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും റിലേറ്റീവ് പ്രൊനൗൺ എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിലേറ്റീവ് പ്രൊനൗൺ തന്നെയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺസ് ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, പിന്നെ വെൻ, വേർ, വാട്ട് ആൻഡ് വൈ. റിലേറ്റീവ് പ്രൊനൗൺ എന്നാൽ നൗണുമായിട്ട് റിലേഷൻ ഉള്ള പ്രൊനൗൺ, നൗണുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊനൗൺ. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ആരെയാണോ ഹെൽപ്പ് ചെയ്തത് ആ ഗേൾ ഇതാണ് എന്നാണ്. ഹൂം എന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഹൂം എന്നത് ദ ഗേൾ എന്ന നൗണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് റിലേറ്റീവ് പ്രൊനൗൺസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൂ. ഹൂ ഉപയോഗിക്കുന്നത് പേഴ്സൺസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ പറ്റി പറയുമ്പോഴാണ്. ഹൂ എന്നാൽ ആര്, അപ്പോൾ ആരാണോ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഇത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ ബോയ് ഹൂ ഹെൽപ്സ് ഓൾ. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ആ കുട്ടി ഇതാണ്. ദിസ് ഈസ് ദ ബോയ് ഹൂ ഹെൽപ്സ് ഓൾ. ഹൂ ഹെൽപ്സ് ഓൾ. ഹൂ എന്നത് ദ ബോയ്, അതായത് സബ്ജക്റ്റിന് പകരം, ദ ബോയ് എന്ന നൗണിന് പകരം. ദ ബോയ് എന്നത് ആ സെൻറ്റൻസിൽ സബ്ജക്റ്റാണ്, അതിന് പകരം നിൽക്കുകയാണ് അവിടെ ഹൂ. ദ ബോയ് ഹൂ ഹെൽപ്സ് ഓൾ. ആരാണോ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് ഈ ബോയ്. അപ്പോൾ ഈ ബോയാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ ഹൂ എന്നത് ദ ബോയ് എന്ന നൗണിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ബോയ് ഹൂ ഹെൽപ്സ് ഓൾ. അപ്പോൾ ഹൂ ആണ് റിലേറ്റീവ് പ്രൊനൗൺ. ദ ബോയ് ഹൂ ഈസ് ടോക്കിംഗ് വിത്ത് യു ഈസ് മൈ ബ്രദർ. ദ ബോയ് ഹൂ ഈസ് ടോക്കിംഗ് വിത്ത് യു ഈസ് മൈ ബ്രദർ. ഇവിടെയും ദ ബോയ് ഹൂ ഈസ് ടോക്കിംഗ്, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോയ് എൻ്റെ ബ്രദറാണ് എന്നാണ് ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ. ആരാണോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് എൻ്റെ ബ്രദറാണ്. ആരാണോ എന്ന അർത്ഥത്തിലാണ് അവിടെ ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വിച്ച്. വിച്ച് എന്നത് നമുക്ക് ആനിമൽസിന് വേണ്ടിയും അതുപോലെ തിങ്സിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാം. ദ ഡോഗ് വിച്ച് ഈസ് സ്റ്റാൻഡിങ് ദർ ബാർക്സ് ലൗഡ്ലി. ദ ഡോഗ് വിച്ച് ഈസ് സ്റ്റാൻഡിങ് ദർ ബാർക്സ് ലൗഡ്ലി. അവിടെ നിൽക്കുന്ന ആ ഡോഗ് ഉച്ചത്തിൽ കുരയ്ക്കാറുണ്ട് എന്നാണ് മീനിങ്. ദ ഡോഗ് വിച്ച് ഈസ് സ്റ്റാൻഡിങ് ദർ ബാർക്സ് ലൗഡ്ലി. അപ്പോൾ ദ ഡോഗ് എന്ന നൗണിന് പകരം ആണ് വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. ദ പെൻ വിച്ച് യു ഹാവ് ഈസ് മൈൻ. ദ പെൻ വിച്ച് യു ഹാവ് ഈസ് മൈൻ. നിങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ആ ഒരു പെൻ എൻ്റേതാണ്. ദ പെൻ വിച്ച് യു ഹാവ്. പെന്നിനെ പറ്റിയാണ് പറയുന്നത്, അതൊരു തിങ് ആണ്. അതിനെ പറ്റിയാണ് വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള പെൻ അത് എൻ്റേതാണ് എന്നാണ്. ഏതാണോ എന്ന മീനിങ് ആണ് അവിടെ വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗണിന്. ഇനി അടുത്തത് വാട്ട് എന്ന റിലേറ്റീവ് പ്രൊനൗൺ. ഐ നോ വാട്ട് യു വാണ്ട് ടു സേ. ഐ നോ വാട്ട് യു വാണ്ട് ടു സേ. നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെനിക്കറിയാം. ഐ നോ, എനിക്കറിയാം. വാട്ട് യു വാണ്ട് ടു സേ, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് എനിക്കറിയാം. വാട്ട് എന്നത് എന്താണോ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് എന്ന റിലേറ്റീവ് പ്രൊനൗൺ. അടുത്ത റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ്. ദാറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടി ഉപയോഗിക്കാം, തിങ്സിന് വേണ്ടി ഉപയോഗിക്കാം, ആനിമൽസിന് വേണ്ടിയും ഉപയോഗിക്കാം. പക്ഷേ ദാറ്റ് ഉപയോഗിക്കുമ്പോൾ ചില റൂൾസൊക്കെ ഉണ്ട്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ലെസൺ 601 അതിൽ ചെയ്തിട്ടുണ്ട്. വിച്ച് ആൻഡ് ദാറ്റ് എന്ന ഒരു റിലേറ്റീവ് പ്രൊനൗണിൻ്റെ ലെസൺ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാറ്റ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. എങ്കിലും ഒന്നുകൂടി ഈ ലെസണിലും പറയാം.
ദാറ്റ് ഉപയോഗിക്കുമ്പോൾ ചില റൂൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ കൂടെ ഒരു ആനിമൽ അതല്ലെങ്കിൽ ഒരു തിങ് കൂടി ഉണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസുകളിൽ ഒരു റിലേറ്റീവ് പ്രോനൗൺ ആവശ്യമായി വരുന്നെങ്കിൽ അവിടെ ദാറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ സോ എ ഗേൾ ആൻഡ് ഹെർ ഡോഗ് ദാറ്റ് വാസ് സിറ്റിംഗ് ഇൻ ദ റൂം. റൂമിൽ ഇരിക്കുന്ന ആ ഒരു ഗേളിനെയും അവളുടെ ഡോഗിനെയും ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ ഗേൾ ആൻഡ് ഹെർ ഡോഗ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ് പ്ലസ് ഒരു ആനിമൽ കൂടി വന്നു. അപ്പോൾ ദാറ്റ് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് ഐ ഹാവ് എവർ സീൻ. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ദാറ്റ് എന്ന റിലേറ്റീവ് പ്രോനൗൺ അവിടെ ഉപയോഗിച്ചു. അതിന് കാരണം ദ ബിഗ്ഗസ്റ്റ് എന്ന ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി അവിടെ വന്നു. അങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആ സെൻറ്റൻസിൽ വരികയാണെങ്കിലും നമുക്ക് ദാറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വേറെ ചില വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ ഏതെങ്കിലും ഒരെണ്ണം സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അവിടെയും നമുക്ക് റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് തന്നെ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ ഓൺലി ബോയ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു. ഈ ഒരു ബോയ് മാത്രമാണ്. ദിസ് ഈസ് ദ ഓൺലി ബോയ്. വളരെ സ്പെസിഫൈ ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കുട്ടി ഈ കുട്ടിയാണ്. ദിസ് ഈസ് ദ ഓൺലി ബോയ്. ദ ഓൺലി എന്നുള്ള ഒരു വാക്ക് അവിടെ വന്നു. അതുപോലെയുള്ള വേറെയും ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കൂ. ദ സെയിം, ദ ഓൺലി, ദ ലിറ്റിൽ, ദ ഫ്യൂ, നൺ, നത്തിങ്, നോ, നോബഡി, എനിത്തിങ്, എനിവൺ, എവറിത്തിങ്, മച്ച്. ഈ വാക്കുകളൊക്കെ ഒരു സെൻറ്റൻസിൽ ഉണ്ട്. ആ സെൻറ്റൻസിൽ നമുക്കൊരു റിലേറ്റീവ് പ്രോനൗൺ വേണം എന്നുണ്ടെങ്കിൽ ദാറ്റ് എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഹൂം. ഹൂം എന്നാൽ എന്താണ്? ആരോട് എന്ന മീനിങ് ആണ്. ഹൂം എന്ന റിലേറ്റീവ് പ്രോനൗൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു എക്സാമ്പിൾ പറയാം. ദിസ് ഈസ് ദ ബോയ് ഹൂം ഐ ഗേവ് എ പെൻ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഒരു പെൻ കൊടുത്തത് ആർക്കാണോ അതാണ് ഈ കുട്ടി എന്നാണ്. ദിസ് ഈസ് ദ ബോയ് ഹൂം ഐ ഗേവ് എ പെൻ യെസ്റ്റർഡേ. ഇന്നലെ ഞാനൊരു പെൻ കൊടുത്തത് ആർക്കാണോ അതാണ് ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടിക്കാണ് ആ പെൻ കൊടുത്തത് എന്നർത്ഥം. ഹൂം. ഇനി അത് വേറൊരു തരത്തിലും പറയാം. ഒരു പ്രെപ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ടും അത് പറയാം. ദിസ് ഈസ് ദ ബോയ് ടു ഹൂം ഐ ഗേവ് എ പെൻ യെസ്റ്റർഡേ. അങ്ങനെയും അത് പറയാം. ഇനി അടുത്ത റിലേറ്റീവ് പ്രോനൗൺ ഹൂസ്. ഹൂസ് എന്നാൽ ആരുടെ എന്നല്ലേ മീനിങ്. അപ്പോൾ റിലേറ്റീവ് പ്രോനൗണായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ആരുടേതാണോ എന്ന മീനിങ് വരും. ദിസ് ഈസ് ദ ബോയ് ഹൂസ് പാരൻസ് ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഇതാണ് ആ കുട്ടി. ഹൂസ് പാരൻസ് ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ആരുടെ പേരൻസ് ആണോ, ഇവിടെ ആരുടെ പേരൻസ് ആണോ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചത് ആ കുട്ടിയാണ് ഇത്. ദിസ് ഈസ് ദ ബോയ്. ഇതാണ് ആ ബോയ്. ഹൂസ് പാരൻസ്. ആരുടെ പേരൻസ് ആണോ എന്ന മീനിങ് ആണ് അവിടെ. ഹൂസ് പാരൻസ് ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ആരുടെ പേരൻസ് ആണോ ആ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചത് ആ കുട്ടിയാണ് ഇത്. ദിസ് ഈസ് ദ ബോയ് ഹൂസ് പാരൻസ് ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ ഹൂസ് എന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ അവിടെ ഉപയോഗിച്ചു. രോഹൻ ഈസ് ദ ബോയ് ഹൂസ് പെൻ യു ഹാവ്. രോഹൻ ഈസ് ദ ബോയ്. രോഹനാണ് ആ കുട്ടി. ഹൂസ് പെൻ യു ഹാവ്. ആരുടെ പെൻ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് രോഹനാണ് എന്ന് പറഞ്ഞാൽ രോഹൻ്റെ പെന്നാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നർത്ഥം. രോഹൻ ഈസ് ദ ബോയ് ഹൂസ് പെൻ യു ഹാവ്. ഹൂസിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? ഇനി അടുത്തത് വെൻ. വെൻ എന്നത് നമ്മൾ ടൈമിനല്ലേ ഉപയോഗിക്കുന്നത്, എപ്പോൾ എന്ന അർത്ഥത്തിൽ. അപ്പോൾ റിലേറ്റീവ് പ്രോനൗണായിട്ട് വരുമ്പോൾ എപ്പോഴാണോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഐ നോ വെൻ ഹീ ഗോസ് ദർ. ഐ നോ എനിക്കറിയാം. വെൻ ഹീ ഗോസ് ദർ എപ്പോഴാണോ അവൻ അവിടെ പോകുന്നത് എന്ന് എനിക്കറിയാം. എപ്പോഴാണ് അവൻ അവിടെ പോകുന്നത് എന്നെനിക്കറിയാം. ഐ നോ വെൻ ഹീ ഗോസ് ദർ. വെൻ എന്ന റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ ടൈമുമായിട്ട് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു. വെൻ യു കം ഐ ഷാൽ മീറ്റ് യു. നിങ്ങൾ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാം.
വെൻ യു കം ഐ ഷാൾ മീറ്റ് യു. അടുത്തത് വേർ. വേർ എന്നാൽ എവിടെ എന്നല്ലേ അർത്ഥം. അപ്പോൾ എവിടെയാണോ എന്ന അർത്ഥം വരും റിലേറ്റീവ് പ്രൊനൗണായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ. ഐ നോ വേർ യു ലീവ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്കറിയാം. ഐ നോ വേർ യു ആർ ഗോയിങ്. എനിക്കറിയാം നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന്. എവിടെയാണോ നിങ്ങൾ പോകുന്നത് അതെനിക്കറിയാം. എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അതെനിക്കറിയാം. അവിടെയാണ് വേർ എന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അടുത്തത് വൈ. വൈ എന്നുപയോഗിക്കുന്നത് എന്തുകൊണ്ട് എന്നല്ലേ. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണോ എന്ന മീനിങ് വരും. ഐ ഡോണ്ട് നോ വൈ ഹീ ഈസ് ലാഫിങ് അറ്റ് മീ. എന്തുകൊണ്ടാണ് അവൻ എന്നെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ ഹീ ഈസ് ലാഫിങ് അറ്റ് മീ. എന്തുകൊണ്ടാണോ അവൻ ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ലാഫിങ് അറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, പരിഹസിച്ച് ചിരിക്കുക എന്നർത്ഥമാണ്. അപ്പോൾ വൈ എന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണോ അവൻ ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല, എന്തുകൊണ്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഡിഫറെൻറ്റ് റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എക്സസൈസുകൾ ചെയ്യാം. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ശ്രദ്ധിക്കുക. The girl blank space was talking to us was very tall. ഇവിടെ ഏത് റിലേറ്റീവ് പ്രൊനൗണാണ് ഉപയോഗിക്കേണ്ടത്? ഹൂ, വാട്ട്, വിച്ച്, ദാറ്റ്, ഹൂം, ഹൂസ്. ഇതിൽ ഏതാണ് വേണ്ടത്? ആലോചിച്ച് നോക്കുക. ഇവിടെ ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് വാസ് ആണ്. അപ്പോൾ അതിനർത്ഥം അവിടെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് വേണ്ടത്. ദ ഗേൾ ഹൂ വാസ് ടോക്കിംഗ് ടു അസ് വാസ് വെരി ടോൾ. ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടി വളരെ പൊക്കം ഉള്ളവളായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ വേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹൂ ആണ്. ദ ഗേൾ എന്ന ആ ഒരു നൗണിനെയാണ് അത് റിലേറ്റ് ചെയ്ത് വരുന്നത്. ദ പീപ്പിൾ ഡാഷ് ഫ്ലൈറ്റ് വാസ് ക്യാൻസൽഡ് വേർ അപ്സെറ്റ്. ആരുടെ ഫ്ലൈറ്റ് ആണോ ക്യാൻസലായത് അവർ വളരെ അപ്സെറ്റായിരുന്നു എന്നാണ്. ദ പീപ്പിൾ, ആ ആളുകൾ വളരെ അപ്സെറ്റായിരുന്നു. ആരുടെ ഫ്ലൈറ്റ് ആണോ ക്യാൻസൽ ആയിരുന്നത്. അപ്പോൾ അവിടെ വേണ്ടത് ഹൂസ് എന്നാണ്. ഡു യു നോ എനിവൺ ബ്ലാങ്ക് സ്പേസ് സ്പീക്സ് ഫ്രഞ്ച്. നിങ്ങൾക്ക് അറിയുമോ ഫ്രഞ്ച് സംസാരിക്കുന്ന ആരെയെങ്കിലും? നോക്കൂ, എനിവൺ എന്ന് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ടതില്ല. ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ അവിടെ ഉപയോഗിക്കാം. ഡു യു നോ എനിവൺ ദാറ്റ് സ്പീക്സ് ഫ്രഞ്ച്. ദ ബോയ് ബ്ലാങ്ക് സ്പേസ് യു സ്പീക്ക് ടു ഈസ് മൈ റിലേറ്റീവ്. നിങ്ങൾ ആരോടാണോ സംസാരിക്കാറുള്ളത് ആ ബോയ് എൻ്റെ ബന്ധുവാണ്, എൻ്റെ റിലേറ്റീവ് ആണ്. ദ ബോയ് ഹൂം യു സ്പീക്ക് ടു ഈസ് മൈ റിലേറ്റീവ്. അവിടെ ഹൂം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആരോടാണോ എന്നാണ്. അവിടെ ഓബ്ജക്റ്റാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹൂം ഉപയോഗിക്കുന്നത്. യു ക്യാൻ കം ബ്ലാങ്ക് യു ഹാവ് ടൈം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധിക്കും. യു ക്യാൻ കം വെൻ യു ഹാവ് ടൈം. നോക്കൂ, ടൈമിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വെൻ എന്ന റിലേറ്റീവ് പ്രൊനൗണാണ് വേണ്ടത്. യു ക്യാൻ കം വെൻ യു ഹാവ് ടൈം. യു നോ ബ്ലാങ്ക് യു ആർ ഗോയിങ് ടു. ഇവിടെ ഒരു പ്ലേസിനെ പറ്റിയല്ലേ പറയുന്നത്. നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് അത് നിങ്ങൾക്കറിയാം. യു നോ വേർ യു ആർ ഗോയിങ് ടു. വേർ എന്ന റിലേറ്റീവ് പ്രൊനൗണാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പ്ലേസ് ആണ് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഐ ഹാവ് എ ഡോഗ് അറ്റ് മൈ ഹോം ബ്ലാങ്ക് കളർ ഈസ് ബ്ലാക്ക്. ഇവിടെ ഒരു ഡോഗിൻ്റെ കളറിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ ഐ ഹാവ് എ ഡോഗ് അറ്റ് മൈ ഹോം ഹൂസ് കളർ ഈസ് ബ്ലാക്ക്. നെക്സ്റ്റ് വൺ, വൈ ഡോണ്ട് യു ലിസൺ ബ്ലാങ്ക് ഷീ സേസ്.
അവൾ എന്താണോ പറയുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? വൈ ഡോണ്ട് യു ലിസൺ വാട്ട് ഷീ സേയ്സ്? എന്താണോ അവൾ പറയുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ വേണ്ടത് വാട്ട് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ദിസ് ഈസ് ദ പെൻ ബ്ലാങ്ക് ഐ ബോട്ട് ഫ്രം യുവർ ഷോപ്പ്. ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ നിന്നും വാങ്ങിയ പെൻ ഇതാണ് എന്നാണ് മീനിങ്. അവിടെ പെൻ എന്നതിന് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വിച്ച്. റോഹൻ ഈസ് ദ ഓൺലി ബോയ് ബ്ലാങ്ക് നോസ് ദ ട്രൂത്ത്. സത്യം അറിയാവുന്ന ഒരേ ഒരു കുട്ടി റോഹൻ ആണ്. അപ്പോൾ ദ ഒള്ളി എന്നുള്ളത് കൊണ്ട് നമുക്ക് വേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ്. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു.